ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കേരള PSCക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് 2022 കുറച്ച് കറണ്ട് അഫെയേഴ്സാണ്. അതിൽ തന്നെ ആരോഗ്യ പദ്ധതികൾ 2022 കുറച്ച് ആരോഗ്യ പദ്ധതികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ പദ്ധതിയാണ് സമാശ്വാസം. സമാശ്വാസം എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു തവണ ഡയാലിസിസിന് വിധേയമാകുന്ന BPL കുടുംബത്തിൽപ്പെട്ട രോഗികൾക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് സമാശ്വാസം. ഒരു മാസം ലഭിക്കുന്ന തുക 1100 രൂപയാണ്. ഓക്കെ, അടുത്തതാണ് ആശ്വാസകിരണം. ആശ്വാസകിരണം കിടപ്പു രോഗികളെ ശുശ്രൂഷിക്കുന്ന വ്യക്തികൾക്ക് മാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. കിടപ്പു രോഗികളെ ശുശ്രൂഷിക്കുന്ന വ്യക്തികൾക്ക് മാസം ധനസഹായം നൽകുന്ന പദ്ധതി. അതിൽ മാസം ലഭിക്കുന്ന തുക 600 രൂപയാണ്. അടുത്ത പദ്ധതിയാണ് ആരോഗ്യകിരണം. അതായത് 18 വയസ്സിൽ താഴെയുള്ള മാരക രോഗങ്ങൾ ബാധിച്ച, അത് ക്യാൻസർ, ഹൃദയരോഗം, വൃക്കരോഗം പോലുള്ള രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ആരോഗ്യകിരണം. താലോലം ആണ് അടുത്തത്. അതെന്താണെന്ന് വെച്ചാൽ 18 വയസ്സിൽ താഴെയുള്ള മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് താലോലം. ഓക്കെ, ഇനി ഹൃദ്യം 18 വയസ്സിൽ താഴെയുള്ള ജന്മനാ തന്നെ ഹൃദയരോഗം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ്. ഓക്കെ, അടുത്ത ആരോഗ്യ പദ്ധതിയാണ് സുകൃതം. തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ക്യാൻസർ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. അതായത് BPLകാർക്ക് കേട്ടോ. സുകൃതം എന്ന് പറയുന്നത് ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ്. സുകൃതം എന്ന ആരോഗ്യ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ്. അടുത്തതാണ് സ്യാസ്യം. അർബുദ രോഗത്തെ നേരത്തെ കണ്ടെത്താനും ചികിത്സിച്ച് ഭേദമാക്കുന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടിയാണ് സ്യാസ്യം എന്ന് പറയുന്നത്. അടുത്ത പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. അതായത് ക്യാൻസർ, ഹൃദയരോഗം, വൃക്കരോഗം എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. അതുപോലെ തന്നെ കാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പാണ്. കാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പാണ്. പദ്ധതി പ്രകാരം ലഭിക്കുന്ന ധനസഹായം 2 ലക്ഷം രൂപയാണ്. ഓക്കെ, അടുത്ത പദ്ധതിയാണ് ശ്രുതി തരംഗം. 5 വയസ്സിൽ താഴെയുള്ള ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് കോക്ലിയ ട്രാൻസ്പ്ലാന്റേഷൻ വഴി കേൾവി ശക്തി പൂർണ്ണമായി നൽകുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ശ്രുതി തരംഗം. ധ്വനിയാണ് അടുത്തത്. ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് തുടർ ചികിത്സ നൽകുന്ന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് ധ്വനി. അടുത്തത് ജീവനി. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുക, ആത്മഹത്യാ പ്രേരണ കുറയ്ക്കുക എന്നിവ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ജീവനി. ഓക്കെ, അടുത്തതാണ് ചിരി. കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മഹത്യാ പ്രേരണ കുറയ്ക്കാനും കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചിരി. അടുത്ത പദ്ധതിയാണ് മിഠായി. കുട്ടികളിൽ പ്രമേഹ രോഗം തടയുന്നതിന് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് മിഠായി. ഓരോന്നും അതിൻ്റെ പേര് വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അടുത്തതാണ് ആർദ്രം. സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹൃദ ആശുപത്രികൾ തുടങ്ങുന്ന പദ്ധതിയാണ് ആർദ്രം. അടുത്തതാണ് വയോമധുരം. പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് വയോമധുരം. അടുത്തത് മിഴി. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണട വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് മിഴി. വയോമിത്രം. 65 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പു നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് വയോമിത്രം. അടുത്തത് സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പു രോഗികൾക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. സ്നേഹപൂർവ്വം മാതാപിതാക്കൾ ഇരുവരും അല്ലെങ്കിൽ ഒരാൾ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ബന്ധുഭവനങ്ങളിൽ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിനായി പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. അടുത്തത് സ്നേഹക്കൂട്. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള പുനരധിവാസ കേരള സർക്കാർ പദ്ധതിയാണ് സ്നേഹക്കൂട്. 3 എണ്ണവും സ്നേഹസാന്ത്വനം, സ്നേഹപൂർവ്വം, സ്നേഹക്കൂട് മാറിപ്പോരുത് കേട്ടോ. അടുത്തതാണ് ആയുർദളം. കേരള സർക്കാരിൻ്റെ എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയാണ് ആയുർദളം. മൃതസഞ്ജീവനി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. മൃതസഞ്ജീവനിയുടെ അംബാസഡർ മോഹൻലാലാണ്. മൃതസഞ്ജീവനിയുടെ അംബാസഡർ മോഹൻലാൽ. അടുത്തത് വിമുക്തി. കേരള ഗവൺമെൻറ്റിൻ്റെ ലഹരി വിമുക്ത കേരള പദ്ധതിയാണ് വിമുക്തി.
കേരള ഗവൺമെൻറ്റിലെ ലഹരി മുക്ത കേരള പദ്ധതിയാണ് വിമുക്തി. അടുത്തത് ഉഷസ്. കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഉഷസ്. അടുത്ത പദ്ധതിയാണ് ആവാസ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ്. അശ്വമേധം. കേരള സാമൂഹ്യ മിഷൻ്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗം ബാധിച്ചവർക്കായുള്ള ഗൃഹസന്ദർശന രോഗനിർണയ പദ്ധതിയാണ് അശ്വമേധം. അടുത്തത് സ്പെക്ട്രം. സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം. അടുത്തതാണ് സ്മൈൽ. സ്മൈൽ എന്ന് പറഞ്ഞാൽ റോഡ് അപകടങ്ങളിൽ പെടുന്നവരുടെ അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് സ്മൈൽ. മാതൃയാനം. പ്രസവശേഷം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യ യാത്ര ലഭ്യമാകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം. അടുത്തതാണ് സീതാലയം. ഹോമിയോപ്പതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്ത്രീകളുടെ മാനസികാരോഗ്യ സാമൂഹിക ശാക്തീകരണ പദ്ധതിയാണ് സീതാലയം. അടുത്തത് വഴികാട്ടി. യാത്രക്കിടെ അപകടത്തിൽപ്പെട്ടവർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നവർക്കും പ്രാഥമിക ചികിത്സ നൽകുന്ന പദ്ധതിയാണ് വഴികാട്ടി. അടുത്തതാണ് അനുയാത്ര. കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാന മാതൃക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. പരിരക്ഷ. അംഗപരിമിതർക്ക് അടിയന്തര സാഹചര്യത്തിൽ സഹായം നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് പരിരക്ഷ. അടുത്തത് തൂവാല വിപ്ലവം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുവാനായി കേരള ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് തൂവാല വിപ്ലവം. അടുത്തതാണ് ആരോഗ്യ ജാഗ്രത. പകർച്ചവ്യാധികൾ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത. അടുത്ത ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അടുത്തത് വരുന്നത് മെഡിസെപ്പ് ആണ്. മെഡിസെപ്പ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. അതായത് കേരള സർക്കാർ നടപ്പിലാക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെയും പെൻഷൻ ആയവരുടെയും ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. അടുത്ത ആരോഗ്യ പദ്ധതിയാണ് രാരീരം. ആയുർവേദ സമ്പ്രദായം അനുസരിച്ചുള്ള ഗർഭിണികളുടെ പ്രസവ ശുശ്രൂഷ, ശിശു പരിചരണം എന്നിവയെക്കുറിച്ച് അറിവ് നൽകാനായി ആയുഷിൻ്റെ കീഴിൽ ഉള്ള പദ്ധതിയാണ് രാരീരം. കാതോരം. കുട്ടികളിലെ ശ്രവണ വൈകല്യങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോരം. അടുത്തത് നയനാമൃതം. അതായത് പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിൻ്റെ രോഗനിർണയവും ചികിത്സയും ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം. കേരള സർക്കാരിൻ്റെ മുഴുവൻ ആരോഗ്യ പദ്ധതികളെയും ഏകോപിപ്പിച്ച് നടത്തുന്ന നവീന ആരോഗ്യ പദ്ധതി കൂടിയാണ് നയനാമൃതം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 2022 കറണ്ട് അഫയേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 40ഓളം ആരോഗ്യ പദ്ധതികളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഓരോന്നും അതിൻ്റെ പേര് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.